എനിക്ക് തോക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്ഷീണമാണ്. അത് കാരണം നമ്മൾ തോക്കാൻ തയ്യാറില്ല. ജീവിതം ഒരു ഞാണിൽമേൽ കളിയാണ്. ഒരിക്കൽ വീണുപോയാൽ തിരിച്ചു കയറണമെങ്കിൽ അസാമാന്യ ധൈര്യം വേണം. ഈ രണ്ട് കമ്പികളിലൂടെ തടിപ്പലകയിൽ ഉറപ്പിച്ച ലിഫ്റ്റിൽ താഴേക്ക് പോകുമ്പോൾ കൊച്ചുമോന്റെ കൈവശമുള്ളത് അത് മാത്രമാണ്, ധൈര്യം. 2022 പാലക്കാട് വെച്ചുണ്ടായ ഒരു അപകടത്തിൽ കൊച്ചുമോന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ഇനി ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. വിധിക്ക് കീഴടങ്ങാൻ കൊച്ചുമോന് മനസ്സില്ലായിരുന്നു. ഇവിടെ പണിയൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ തെങ്ങി എത്താൻ പോയി. അപ്പൊ തെങ്ങിന്റെ മുകളിൽ നിന്ന് നമ്മൾ ഇരുന്ന മടല് ഒടിഞ്ഞ് നേരെ താഴോട്ട് പോരും ഇത്. അങ്ങനെ തലയങ്കുത്തി വീണ്, ഇരിക്കക്കുത്തല വീണ്, ഫൈനൽ കോഡ് ഒരു കശേരു വർണ്ണം പൊട്ടി, സുഷ്മനാടി ഞരമ്പ് ചതഞ്ഞു പോയി, അരയ്ക്ക് കീഴ്പോട്ട് മൊത്തം ഡാമേജ് ആയി. കയറി ഇറങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം കാണണം. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഫേസ്ബുക്കില് ഈ ചൈനക്കാർ ഇത് കൂട്ടും ഈ മോട്ടോർ കാണുകയും ഇട കാണും. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ സാധനം കോയമ്പത്തൂരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവര് എനിക്ക് സാധനം അയച്ചു തരുമായിരുന്നു, കൊറിയറിൽ അയച്ചു തരുമായിരുന്നു. ഒരു സുഹൃത്ത് വെൽഡർ ഉണ്ട്, അപ്പൊ അവനും എല്ലാം കൂടെ വന്നാണ് ഈ സംഭവം സെറ്റ് ചെയ്തു തന്നത്. ഒരു കുന്നിൻ ചെരുവിലാണ് കൊച്ചുമോന്റെ വീട്. മുകളിൽ നിന്ന് വീട്ടുമുറ്റത്തേക്ക് എത്തുന്നത് ലിഫ്റ്റിലാണ്. മുറ്റത്തെത്തിയാൽ താഴെ ഷീറ്റ് കൊണ്ടും പലകകൾ കൊണ്ടും നിർമ്മിച്ച കാടഫാമുണ്ട്. ഇവിടേക്ക് പോകാൻ കൊച്ചുമോന് ആരുടെയും സഹായം വേണ്ട. എന്തെങ്കിലും ഒരു പണി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് കാടകൃഷിയെ പറ്റി ഫേസ്ബുക്കിൽ ഒന്ന് കാണാൻ തോന്നി. എന്നാ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ ഇരുന്നുകൊണ്ട് വെൽഡ് ചെയ്ത് കൂടൊക്കെ ഉണ്ടാക്കി. പെരുമ്പാവൂരിൽ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ കടനെ കൊണ്ടുവന്ന് ആദ്യം ഒരു 100 കൊണ്ടുവന്ന് കുഴപ്പമില്ല. അങ്ങനെ ഒരു 500 ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഇച്ചിരി വിപുലീകരിച്ച് അന്ന് തുടങ്ങാക്കെന്ന് ഓർത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് കാട വീണ്ടും പോയി ഒരു 10-50 കാടനെ കൊണ്ടുവന്നിട്ട് അതിന് പൂവിനെയും കൂടെ കൊണ്ടുവന്ന് കൊത്തുമുട്ട ഉണ്ടാക്കി, അതിന് എഗ് ബാറ്റർ സ്വന്തമായിട്ട് ഉണ്ടാക്കി. അപ്പൊ ഈ പാറത്തോട് SBI ബാങ്കുകാരന് ലോൺ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ വന്നു കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഒരു 2 നിലയാക്കണം എന്നാണ് എന്റെ പ്ലാന്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ആഗ്നസും പ്രായമായ പിതാവ് വർഗീസും ഉൾപ്പെടുന്ന കുടുംബത്തെ കൊച്ചുമോൻ ഈ വീൽ ചെയറിൽ ഇരുന്നാണ് പുലർത്തുന്നത്. തോൽക്കാൻ തയ്യാറല്ല നമ്മള്. ഒരിക്കലും നമ്മൾ തോൽവി നമ്മുടെ ദുർഗുണ്ടയിലില്ല. എല്ലാവർക്കും തോൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്ഷീണമാണ്. അത് കാരണം നമ്മൾ തോക്കാൻ തയ്യാറില്ല.